ഈജിപ്തിലെ പിരമിഡ്സ് എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് കിലോ വെയിറ്റുള്ള സ്റ്റോൺസ് ഉയർത്താൻ അന്ന് വലിയ ക്രെയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ അത് സാധിച്ചത് സിംപിൾ മെഷീൻസ് ഉപയോഗിച്ചാണ്. നമ്മുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് സിംപിൾ മെഷീൻസ് എന്ന് വിളിക്കുന്നത്. ലിവേഴ്സ് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ലിവറിന് 3 ഭാഗങ്ങളുണ്ട്: ഫൾക്രം, എഫേർട്ട്, ലോഡ്. ഈ 3 ഭാഗങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് ലിവേഴ്സിനെ 3ആയി തരംതിരിക്കാം. ഫസ്റ്റ് ഓർഡർ ലിവറിൽ ഫൾക്രം നടുവിൽ വരുന്നു. സീസോ, സിസേഴ്സ് എന്നിവ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇതിൽ എഫേർട്ട് കുറച്ച് വലിയ ലോഡ് ഉയർത്താൻ സാധിക്കും. സെക്കൻഡ് ഓർഡർ ലിവറിൽ ലോഡാണ് നടുവിൽ വരുന്നത്. നട്ട് ക്രാക്കർ, വീൽ ബാരോ എന്നിവ ഇതിന് മികച്ച എക്സാമ്പിൾസ് ആണ്. ഇവിടെ എപ്പോഴും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിൽ കൂടുതലായിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനേക്കാൾ വലിയ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. തേർഡ് ഓർഡർ ലിവറിൽ എഫേർട്ട് നടുവിൽ വരുന്നു. ഐസ് എടുക്കുന്ന ടോങ്സ് അല്ലെങ്കിൽ ട്വീസേഴ്സ് ഇതിൽപ്പെടുന്നു. ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിൽ കുറവായിരിക്കും, പക്ഷേ സ്പീഡ് കൂട്ടാൻ ഇത് സഹായിക്കും. ആർക്കിമിഡീസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എനിക്ക് നിൽക്കാനൊരിടം തരൂ, ഞാൻ ഏർത്തിനെ ഉയർത്താമെന്ന്. ലിവേഴ്സിന്റെ ശക്തിയെക്കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. നമ്മുടെ ബോഡിയിൽ പോലും ലിവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയാമോ? തല അനക്കുന്നതും കൈ മടക്കുന്നതുമെല്ലാം ലിവർ പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് എന്നതാണ് ഇതിന്റെ ഫോർമുല. ഒരു സിമ്പിൾ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് കുറയുന്നില്ല, എന്നാൽ വർക്ക് ചെയ്യാൻ വേണ്ട ഫോഴ്സ് കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു. ഡെയിലി ലൈഫിൽ നമ്മൾ അറിയാതെ തന്നെ പല ലിവേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. എക്സാമിന് ഈ 3 ഓർഡേഴ്സും അവയുടെ എക്സാമ്പിൾസും ചോദിക്കാറുണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻസും പ്രധാനമാണ്. സിമ്പിൾ മെഷീൻസ് പഠിക്കുന്നത് ഫിസിക്സ് മാത്രമല്ല, ലൈഫ് തന്നെ എളുപ്പമാക്കും.